ഹലോ, ഇറ്റ്സ് മീ ജുനൈദ് ഒമർ. ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സ്ഡ് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആ ഒരു വിഷയത്തിലെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പോയിന്റ് നമ്പർ 2. ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ രണ്ടാമത്തെ പ്രത്യേകത, മറ്റുള്ളവരുടെ വിജയത്തിൽ അവർ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യും. അതോടൊപ്പം അവരെ അഭിനന്ദിക്കാനും കൂടെ തയ്യാറാവും എന്നുള്ളതാണ്. എങ്ങനെ? ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത് മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ വിജയം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് പെയിൻ ഉണ്ടാക്കുന്നതാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, നിരാശ ഉണ്ടാക്കുന്നതാണ്, പെയിൻഫുൾ ആണ്. അതിൽ മറ്റുള്ളവരുടെ വിജയത്തിൽ അവർ അസൂയാലുക്കളുമാണ്. ഇതാണ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റിന്റെ ആളുകളുടെ പ്രത്യേകത. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഈ ഒരു ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളത്. നമ്മുടെ വീട് ചെറുതായത് കൊണ്ടായിരിക്കില്ല നമുക്ക് വിഷമം. അവളുടെ വീട് വലുതായി പോയതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ വാഹനം ചെറുതായതല്ല നമുക്ക് പ്രശ്നം, അവന്റെ വാഹനം വലുതായി പോയതാണ് നമുക്ക് പ്രശ്നം. അതുകൊണ്ട് ഏത് മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത് നോക്കുക. ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ മറ്റുള്ളവരുടെ വിജയത്തിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ, ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ മറ്റുള്ളവരുടെ വിജയത്തിൽ നിരാശയും അതേപോലെ തന്നെ പെയിൻഫുൾ ഉള്ള ആളുകളുമാണ്. അപ്പൊ അതുകൊണ്ട് ഏത് മൈൻഡ് സെറ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക, ഏത് മൈൻഡ് സെറ്റിലേക്കാണ് നിങ്ങൾ മാറുന്നത്, എല്ലാം നിങ്ങൾക്ക് തന്നെ വിട്ടു തരുന്നു.